ഹിജ്റയുടെ 27 വർഷം മുമ്പാണ് ആരെ പ്രസവിക്കപ്പെട്ടത്? അസ്മാ ബീവിയെ. അസ്മാ ബീവിക്ക് 10 വയസ്സിന് ഇളയവളാണ് ആര്? ആയിഷ ബീവി. അപ്പോൾ ഹിജ്റ നടക്കുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായത്തിലെ കമ്പ്യൂട്ടർ അടിച്ചോക്കി അടിക്കി വേഗം അടിക്കോളി. അയ്യന്റെ മനുഷ്യന്മാരെ, ഹിജ്റ നടക്കുമ്പോൾ അസ്മാ ബീവിക്ക് എത്ര വയസ്സ്? ഈ മഹാൻ പറയാണ്, ഞാനല്ല. ഹിജ്റ നടക്കുമ്പോൾ അസ്മാ ബീവിക്ക് വയസ്സ് 27. അവരെക്കാൾ 10 വയസ്സിന് ഇളയവരാണ് ആര്? ആയിഷ ബീവി. അപ്പോൾ ഹിജ്റ നടക്കുമ്പോൾ ആയിഷ ബീവിക്ക് വയസ്സ് എത്ര? 17. ഇന്ന് ലോകത്തെ ഇന്റർനാഷണൽ ഹദീസ് സമ്മേളനങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു നിരൂപകനായും ഒരു പ്രധാനപ്പെട്ട ഒരാൾ പ്രസീഡിയം ഒരു ഉന്നതനായിട്ടും അംഗീകരിക്കപ്പെടുന്ന ലോകത്തെ അതിപ്രധാനപ്പെട്ട ഹദീസിന്റെ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ഒരാളാണ് സലാഹുദ്ദീൻ അഹ്മദ് ഇദ്ലിബി എന്ന മഹാൻ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. വയസ്സായി 19 വയസ്സായി. പക്ഷെ അദ്ദേഹത്തിനേക്കാൾ മറികടക്കുന്ന ഒരു അഹ്ലുസുന്നയുടെ ആലിം ഹദീസിന്റെ മത്തിന്റെ വിഷയത്തിൽ ഇന്ന് ലോകത്തില്ല. ഈ അദ്ദേഹത്തിന്റെ ഗഹനമായ ചർച്ചയാണ് സത്യത്തിൽ ഈ വിഷയം പഠിക്കാനും ഇതിനൊരു പുതിയ വഴി കണ്ടെത്താനും എന്നെ പ്രേരിപ്പിച്ചത്. ഇസ്ലാമിന്റെ പ്രമാണത്തെ പൊളിക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ നിൽക്കൂല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ സുഭദ്രമാണ്. അത് മുനസ്സലായ വഹയി കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. അത് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹയി കൊണ്ട്, ഖുർആൻ കൊണ്ട് വളരെ ഗഹനമായി സ്ഥാപിക്കപ്പെട്ടതാണ് സത്യത്തിൽ ശരീഅത്തുൽ ഇസ്ലാം. ഇത് ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു പ്രമാണത്തിന് ഘടകവിരുദ്ധമല്ലാത്തത് കൊണ്ട് ഇതിൽ ഏതൊരാളെന്നെ ശേഖരം എന്ന് വിളിച്ചാലും അവർ കുടുങ്ങും, പാഴത്തമ കുടുങ്ങും. കാരണം ഇത് ചേകനൂർ എന്ന് വിളിക്കാവുന്ന വിഷയം അല്ല. ഇങ്ങനൊരു വിഷയം പറയുന്നത് കൊണ്ട് ഒരാൾ കാഫിറാവില്ല. എന്തിന് ഇങ്ങനെ വിഷയം പറയുന്നതോടെ ഒരാൾ മുബ്തദിയാവൂല? ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തിനൊരു സുന്നത്തിനോ ഒരു ഖറാഅത്തിനോ ഹറാമിനോ ജവാസിനോ എന്തിനെങ്കിലും വിരുദ്ധമായ ഒരു കാര്യമല്ല ഈ ഗവേഷണം. ഇസ്ലാമിലെ 5 മതവിധികളിൽ ഏതെങ്കിലും ഒരു മതവിധിക്കെതിരായ ഒരു ഗവേഷണം എന്റെ ഭാഗത്തുണ്ടാവില്ല. ഒരടിസ്ഥാന പ്രമാണത്തെ പൊളിക്കൂല. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ അടിസ്ഥാനപരമായി ഒരു വിഷയത്തെയും പൊളിക്കുകയോ തിരുത്തുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്ന ആളല്ല. അതിനു മാത്രം ഗഹനതയുള്ള ഒരു ആലിം അല്ല. ഞാനൊരു കലക്ടർ മാത്രമാണ്. പണ്ഡിതന്മാരുടെ റഈകൾ, സമൂഹത്തിന് പല റഈകളും ഓരോ കാലത്തും ആവശ്യമായി വരും. കഴിഞ്ഞ പ്രഭാഷണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ഡിതന്മാരുടെ റഈകൾ ഞാൻ കളക്ട് ചെയ്താണ്. അങ്ങനെ റഈകൾ കളക്ട് ചെയ്യുമ്പോൾ, പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളെ കളക്ട് ചെയ്യുമ്പോൾ വലിയ വലിയ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ആ ഉത്തരങ്ങളിൽ ഗുണങ്ങളുണ്ടാവും. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ പണ്ടുള്ളവരും ഇന്നുള്ളവരുമായ അഹ്ലുസ് സുന്നയുടെ ഉലമാ, അത് കേരളത്തിലുള്ളവരാണ് പുറത്തുള്ളവരാണ് ആരായാലും ഗവേഷണ തൽപരർ ഒന്നും വെറുതെ പറയില്ല. പ്രത്യേകിച്ച് അഹ്ലുസ് സുന്നയുടെ ഉലമാഇന് ഒരു ബിദ്അത്തിനെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹമില്ല, ഒരു സുന്നത്തിനെ പൊളിക്കണമെന്ന് ആഗ്രഹമില്ല, ഒരു ഹക്കിനെ ബാത്തിലാക്കാനോ ബാത്തിനെ ഹക്കാക്കാനോ അഹ്ലുസ് സുന്നയുടെ ഇമാമികൾ മുതിരൂല. ഷിയാക്കൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാവും. ഷിയാക്കൾക്ക് 100% ഫാസിദായ അഖീദയാണ്. അപ്പോൾ അവർക്ക് ചിലതിനെ പൊളിക്കേണ്ടി വരും. ആ ഫാസിദത്തായ അഖീദയെ സ്ഥാപിക്കാൻ അവർ ചില പ്രമാണങ്ങളെ പൊളിക്കും. ബിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്ത് സ്ഥാപിക്കാൻ വേണ്ടി അഹ്ലുസ് സുന്നയുടെ പല വീക്ഷണങ്ങളെയും അവർ പൊളിക്കും, ചില ഹക്കിനെ അവർ പൊളിക്കും. എന്നാൽ അഹ്ലുസ് സുന്നയുടെ ഉലമാ അങ്ങനെ ചെയ്യൂല. ഞാൻ ഈ ഗവേഷണം നടത്താൻ അവലംബിച്ചത് മുഴുവനും അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാരെ മാത്രമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ഗവേഷണത്തിന് ഏകദേശം 1-2 നൂറ്റാണ്ടുകളെ പഴക്കമേ ഉള്ളൂ. എന്തുകൊണ്ട് പഴയ കാലത്ത് അയിമ്മത്ത് ഇതിൽ ഗവേഷണം നടത്തിയില്ല? ഗവേഷണങ്ങൾ എല്ലാം എപ്പോഴും സാഹചര്യങ്ങളുടെ തേട്ടങ്ങളായിരിക്കും. ഉദാഹരണം പറയുക, ആളുകൾ തോന്നിയതുപോലെ
അമൽ ചെയ്യാൻ മെനക്കെട്ടപ്പോൾ 4 ഇമാമിങ്ങൾ വന്ന് അമലിനെ കൃത്യാക്കി. അതിനു മുമ്പ് മദ്ഹബ് വീക്ഷണങ്ങളെല്ലാം സ്വഹാബത്ത് നബി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു മദ്ഹബ് എന്ന് പറയുന്ന ഒരു വീക്ഷണം അതിനു മുമ്പില്ല. ഹിജ്റ 150 വഫാത്തായി അബൂ ഹനീഫത്ത് നുഅ്മാൻ മിൻ തബഅ താബിഈൻ. 150 ജനിച്ചു, 204 വഫാത്തായി ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ. അവരുടെ ഉസ്താദാണ് മാലിക് ബിൻ അനസ്. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ. ഈ 4 ഈ മദ്ഹബിന്റെ അടിത്തറ സ്ഥാപിക്കപ്പെട്ടു. എന്റെ ഈ ഒരു കുഴിയിലുള്ള 4 ആള്, അതായത് ഒന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവർ മരിക്കുന്ന വർഷം അല്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ വർഷം ആര് ജനിക്കുന്നു? ഇമാമിനെ ഷാഫിഈ. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ആര്? മാലിക് ഇമാം. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ. അതായത് തൊട്ട് കിടക്കണം 4 ആള്. എന്താ ഈ 4 ആള് തൊട്ട് വന്ന്? അന്ന് അങ്ങനെ ഒരു ഗവേഷണം ആവശ്യമാണ്. എന്തുകൊണ്ട്? തോന്നിയതുപോലെ ജനങ്ങളെ അമൽ ചെയ്യാൻ തുണിഞ്ഞു. സ്വഹാബത്തിന്റെ കാലത്ത് ആ പ്രശ്നമില്ല. കാരണം സ്വഹാബത്ത് അമൽ ചെയ്യുന്ന ആരെന്ന് കണ്ടിട്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പോൾ സ്വഹാബിയുടെ കാലത്ത് പല വീക്ഷണങ്ങളുണ്ട്. പക്ഷെ മദ്ഹബ് എന്ന് പറയപ്പെടൂല. എന്തുകൊണ്ട്? അങ്ങനെ മദ്ഹബ് ക്രോഡീകരിക്കേണ്ട ഒരു സാഹചര്യത്തിന്റെ അനിവാര്യത സ്വഹാബത്ത് ജീവിക്കുന്ന കാലത്ത് ഇല്ല. അതും കഴിഞ്ഞിട്ട് പിന്നെയും 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? അശ്അരിയത്തും മാതുരിദിയ്യത്തും വരുന്നത്. അഖീദ സ്ഥിരപ്പെടുത്തി. കാരണം ആദ്യകാലത്ത് ഫിഖ്ഹിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, അഖീദയിൽ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അതാണ് ക്ലിയർ ആക്കി കൊടുക്കാൻ അവിടെ ആളുണ്ട്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ പലർക്കും പല അഖീദകൾ വന്നു. ചില ഫാസിദായ അഖീദകൾ ചില ആളുകൾ നാവുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഹക്കായ അഖീദ ലോകത്തിന് വിളിച്ചറിയിപ്പിൽ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ആ 2 ആളുകൾ തൊട്ടുതൊട്ടിന് വന്നു. ഒന്ന് ആര്? ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, അബു മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹുമ, അല്ലാഹു അവരെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഒരു അഖീദ ക്രോഡീകരിച്ചു. ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിന് തേട്ടം ഉണ്ടാകുമ്പോഴാണ് ഗവേഷണം ഉണ്ടാവുക, അല്ലെങ്കിൽ ഗവേഷണത്തിന് ആവശ്യമില്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെ ഒരു ചർച്ചയല്ല, വയസ്സോ കാര്യോ തീരെ ചർച്ചയല്ല. അതിന് ചർച്ചയില്ല, ആർക്കിടയിലും ഇല്ല. അബ്ബാസി കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചെഴുതിയ ക്രിസ്തീയ ലേഖനങ്ങളുണ്ട്. പക്ഷെ ആ ലേഖനങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ കുറിച്ച് ചർച്ചയില്ല. എന്തുകൊണ്ട്? അന്ന് അങ്ങനത്തെ ഒരു കാര്യം ചർച്ചയില്ല. ചെറിയ കുട്ടി വലിയ കുട്ടികൾ പ്രശ്നേയില്ല. എന്നാൽ 900-ന്റെ തുടക്കത്തിൽ ഈ വിഷയത്തിൽ അഭിശപ്തമായ ചർച്ചകൾ വന്നു. 20-ാം നൂറ്റാണ്ടിന് തൊട്ട് മുമ്പ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം യൂറോപ്പാണ് 19-ാം നൂറ്റാണ്ടിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ 20-ാമത്തിന്റെ തുടക്കത്തിൽ അത് പുസ്തകമാക്കി യൂറോപ്യന്മാർ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടായി. അപ്പോൾ അത് തഹ്ദീദ് ചെയ്ത് കൃത്യമാക്കേണ്ട ഒരു ബാധ്യത മുസ്ലിം പണ്ഡിതന്മാർക്ക് സ്വാഭാവികമായി വന്നു. അപ്പോൾ ആ വിഷയത്തിൽ അവരുടെ ഗവേഷണം നടത്തി. ഞാൻ ആരുടെ ഗവേഷണത്തിലേക്ക് പോകും? അഹ്ലുസുന്ന മാത്രം, പുറത്തില്ല. അഹ്ലുസുന്നയുടെ ഉലമാഇന്റെ ഗവേഷണം മാത്രമേ ഞാൻ അവലംബിക്കൂ. അതിൽ ഒരുപാട് മുഹദ്ദിഥീങ്ങളും റാസിഖീങ്ങളായ പണ്ഡിതന്മാരുണ്ട്. എന്ന് പറയാൻ മാത്രമില്ല, 20-ാം നൂറ്റാണ്ടിലൊക്കെ വളരെ ഗഹനമായ പഠനം നടത്തിയ മഹാപണ്ഡിതന്മാരെ ആ കൂട്ടത്തിൽ ഉണ്ട്. പലരുടെയും അനവധി ഗവേഷണ പ്രബന്ധങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് കിട്ടാനുണ്ട്. അതിൽ സാന്ദർഭികമായി ഞാൻ ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇബ്നു അഹ്മദ് ഇദ്ലിബി എന്ന പണ്ഡിതനെയാണ്. സലാഹുദ്ദീൻ ഇബ്നു അഹ്മദ് ഇദ്ലിബി എന്ന പണ്ഡിതൻ. അദ്ദേഹം ഹലബുകാരനാണ്, സിറിയക്കാരൻ, സുന്നിയ. ഹലബ് എന്ന് പറഞ്ഞാൽ സിറിയയുടെ അഹ്ലുസുന്നയുടെ ഒരു ഈറ്റില്ലം പോറ്റില്ലം എന്ന് പറയാവുന്ന നാടാണ് ഹലബ്. ഇംഗ്ലീഷിൽ അലപ്പോ എന്ന് പറയും.
ഹലബ്. ഹലബ് കേട്ടിട്ടില്ലേ? ഹലബിലുള്ള ഇദ്ലിബിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1948 അതായത് പൗരാണികനാണ്. ഇത് 2026. അപ്പൊ അംഗ്രേജി കണക്കനുസരിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ 78 വയസ്സാണ്. എന്നാൽ ഹിജ്രി കണക്കനുസരിച്ച് അദ്ദേഹത്തിന് 80 വയസ്സാണ്. അവര് ഇരുത്തം ചെന്ന പണ്ഡിതനാണ് ആര്? ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇബ്നു അഹ്മദ് ഇദ്ലിബി എന്ന പണ്ഡിതൻ. ഞാൻ ഈ വിഷയത്തിൽ ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഈ പണ്ഡിതനെ നമുക്ക് അല്പം ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ആരാണ്? അല്പം ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ആലിം, വലിയ പണ്ഡിതനാണ്. ബാഹിദുൻ, വലിയ ഗവേഷകനാണ്. മുഹഖിഖുൻ, തഹ്ഖീഖുകൾ മാത്രം സംസാരിക്കുന്ന ആളാണ്. സൂരിയുൻ, സിറിയക്കാരനാണ്. മുഅസ്സിറുൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. മുതഖസ്സിസുൻ ഫി ഉലൂമിൽ ഹദീസ് നബവി, ഹദീസ് നബവിയിൽ പ്രത്യേകക്കാരിൽ ഇന്ന് ലോകത്തെ ഹദീസ് പണ്ഡിതന്മാരിൽ ഇങ്ങനെ പറയപ്പെടാവുന്നവരിൽ ഒരാളാണ്. അതായത് ഏതെങ്കിലും ഒരു മൊലിയരെ അല്ല ഞാൻ ഇതിൽ അവലംബിച്ചത്. അദ്ദേഹം വലിയ പണ്ഡിതൻ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഹദീസ് ഗഹനമായി ഹദീസിനെ പഠിച്ച വിഷയത്തിലെ ഇങ്ങനെ എണ്ണാവുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ബിൻ അഹ്മദ് ഇദ്ലിബി എന്ന മഹാൻ. അദ്ദേഹം ജനിക്കുന്നത് ഹലബിൽ 948. തലഖ തഅലീമഹു ശറഈ الأولى في سوريا ثم أتم دراسته العليا في جامعة القروين بالمغرب. അദ്ദേഹത്തിന്റെ പഠനം തുടങ്ങുന്നത് സിറിയയിലാണ്. പിന്നെ അദ്ദേഹം വലിയ പഠനം നടത്തി ഡോക്ടറേറ്റ് എടുത്തതെല്ലാം അദ്ദേഹം കറവീൻ യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കറിയാം. അതായത് അഹ്ലു സുന്നയുടെ ഏറ്റവും ആധികാരികവും ഏറ്റവും ഓൾഡസ്റ്റും പഴക്കം ചെന്നതുമായ അഹ്ലു സുന്നയുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് AD 859 സ്ഥാപിക്കപ്പെട്ട കറവീൻ യൂണിവേഴ്സിറ്റിയാണ്, മൊറോക്കോയിലുള്ള. AD 859. എത്ര കൊല്ലായി? AD 1859 1000 കൊല്ലായി. പിന്നെ എത്ര കൊല്ലായി? 1150 അല്ല. എന്ത് പറയാ, 2009 ആവുമ്പത്തിനും 1150 പിന്നെയും കഴിഞ്ഞു. അപ്പൊ ഏകദേശം അനവധി, അതായത് 1150-ലേറെ കാലം ലോകത്ത് നിലനിൽക്കുന്ന അഹ്ലു സുന്നയുടെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയാണ് കറവീൻ യൂണിവേഴ്സിറ്റി. ആ കറവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. ഏത് വിഷയത്തിൽ? ഹദീത്തിന്റെ ഗഹനമായ പഠനത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഇന്ന് ലോകത്തെ വിരലിൽ എണ്ണാവുന്ന, ഈ 5 വിരലിൽ എണ്ണാവുന്ന അഹ്ലു സുന്നയുടെ ഹദീസ് പണ്ഡിതന്മാരിൽ ഈ കയ്യിൽ എണ്ണാവുന്നതിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, നിപുണനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ബിൻ അഹ്മദ് ഇദ്ലിബി എന്ന മഹാൻ. ചിന്തിക്കണം. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സിറിയക്കാരനാണ്, വലിയ പണ്ഡിതൻ. മാത്രമല്ല അദ്ദേഹം ഈ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്നറിയോ? അസ്ഹർ ഷരീഫ് ഇസ്ലാമിന്റെ കയ്യിൽ വരുന്നത് 1200 കൂടിയാണ്. എന്നുള്ളത് ഷിയാക്കള. അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന ഷിയാക്കളാ. മനസ്സിലായില്ല? ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റി അടിസ്ഥാനപരമായി സ്ഥാപിക്കുന്നത് ഷിയാക്കളാ. പിന്നീട് AD 1200 അടുത്ത് സുൽത്താൻ സലാഹുദ്ദീന്റെ കാലത്താണ് അത് പിടിച്ചടക്കുന്നത്. അതായത് ഇസ്ലാം സുന്നികളെ കയ്യിൽ വരുന്നത്. എന്നുള്ളത് ഷിയാക്കള. അപ്പോ സുന്നികളെ കയ്യിൽ വന്നിട്ട് എന്തായിട്ടില്ല? സുന്നികളെ കയ്യിൽ വന്നിട്ട് അതിനൊരു 1000 കൊല്ലം തേഞ്ഞിട്ടില്ല. ഏതിന്? അസ്ഹറിന്. അതേസമയം കറവീൻ യൂണിവേഴ്സിറ്റിന് 1150-ലേറെ കൊല്ലം കഴിഞ്ഞു. അഹ്ലു സുന്നയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയ പ്രാമാണികമായ യൂണിവേഴ്സിറ്റിയാണ് കറവീൻ യൂണിവേഴ്സിറ്റി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം യസ്തഹിറു ബികൗനിഹി അഹദുൽ മുതഖസ്സിസീന അൽ ബാരിസീന. അദ്ദേഹം ഇന്ന് ലോകത്തെ ഏറ്റവും നിപുണനായ പണ്ഡിതന്മാരിൽ ഒരാളാണ്. ഏത് വിഷയത്തിൽ? ഫി ഇലലിൽ ഹദീസി വ നഖദിൽ മുതൂൻ. ഹദീസിന്റെ കേടുകൾ പരിശോധിക്കുക,
മത്തിനുകളെ നിരൂപണം ചെയ്യുക. ഹദീത്തിന്റെ കേട് രണ്ട് നിലക്ക് ഹദീസ് ചർച്ച ചെയ്യപ്പെടും. ഒന്ന് സനദ് സ്വഹീഹായാൽ ഹദീസ് സ്വഹീഹായി. പക്ഷേ പിന്നെ മത്തിനിലും ഗവേഷണം നടക്കും. മത്തിന് എന്നാൽ ഹദീസിന്റെ ശരീരം. ഉദാഹരണം പറയാം, അബീ ഹഫ്സിൻ ഉമറ റളിയല്ലാഹു അൻഹു ഖാല 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 ഖാല, ഇതാണ് സനദ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇതാണ് മത്തിന്. ഹദീസിൽ രണ്ട് പഠനമുണ്ട്. ഒന്ന് സനദ്, ഒന്ന് അതായത് റാവി റാവി റാവി, ഇവരെയാണ് എന്ത് അതിന്റെ സനദ്. അതിന്റെ ശരീരം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അതാണ് മത്തിന്. ഈ രണ്ട് വിഷയത്തിലും ഗഹനമായ പഠനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണ്ടുണ്ട്, പിൽക്കാലഘട്ടത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഹദീസിന്റെ മത്നുകള്, സനദുകള്, ഹദീസിന്റെ കേടുകള്, ഈ വിഷയത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് സലാഹുദ്ദീൻ ഇബ്നു അഹ്മദ് അൽ ഇദ്ലിബി എന്ന മഹാൻ. എന്ന് മാത്രമല്ല, അദ്ദേഹം വലഹു മൻഹജുൻ ദഖീഖുൻ, അദ്ദേഹത്തിന് വളരെ ആഴമേറിയ ഒരു വഴിയാണ് അദ്ദേഹത്തിൻ്റെത്. ഇജ്മാഉ ബൈന ഖവായിദിൽ മുതഖദ്ദിമീന വൽ മുതഅഖിരീന മിൻ ഉലമാഇൽ ഹദീസ്, പണ്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ നിഷേധിക്കുകയുമില്ല, എന്നാൽ പിൽക്കാലഘട്ടക്കാരെ തള്ളുകയുമില്ല. എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു വല്ലാത്തൊരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ ശൈലി. അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, ലോകത്ത് വലിയ വലിയ ഹദീസ് ഗ്രന്ഥങ്ങൾ. മൻഹജു നഖ്ദിൽ മത്നി ഇൻദ ഉലമാഇൽ ഹദീസ് നബവി ويعد من أهم الكتب المعاصرة التي فصلت القواعد التي وضعها المحدثون لنقد محتوى الحديث. ഹദീസിന്റെ ഉള്ളടക്കത്തെ വിശദീകരിക്കുന്ന കാര്യത്തിൽ ആധുനിക ഗവേഷകന്മാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥമാണ്. ഏത് ഗ്രന്ഥം? മൻഹജു നഖ്ദിൽ മത്നി ഇൻദ ഉലമാഇൽ ഹദീസ് നബവി. ഇന്ന് ലോകത്തുള്ള ഹദീസിന്റെ മത്നുകളെ പഠിപ്പിക്കുന്ന, അതിന്റെ ശരിയും തെറ്റും പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥമാണ് അൽ മൻഹജുൽ മുഖ്തരിഹ് ലി ഫഹ്മിൽ ഹദീസ് നബവി. അങ്ങനെ വേറെയും അദ്ദേഹത്തിന് ഹദീസിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ, അമീർ ഉസ്താദൻ, അദ്ദേഹം പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. ഈ മാദ്ദത്തിൽ ഹദീസ് വ ഉലൂമിഹി ജാമിഅത്തിൻ, ലോകത്തെ അനവധി ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് പ്രൊഫസറായിട്ട്. ഒന്ന് ജാമിഅത്തുൽ ഖറവീനിൽ തന്നെ അദ്ദേഹം എവിടുന്നാണോ ഡോക്ടറേറ്റ് എടുത്തത് അവിടെ അദ്ദേഹം പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, മിൻഹ ജാമിഅത്തുൽ ഇമാറാത്തിൽ അറബിയത്തിൽ മുത്തഹിദ, യുഎഇയിലെ ജാമിയയിൽ അദ്ദേഹം ജാമിഅത്തുൽ ഇമാറാത്തിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാമിഅത്തു ഖത്തറിൽ ജാമിഅത്തു ഖത്തറിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വലോ മുശാറക്കാത്തുൻ വാസിയ ഫിൽ മുഅ്തമറാത്തിൽ ഇൽമിയത്തി ദുവലിയ, ഇന്ന ലോകത്തെ ഇന്റർനാഷണൽ ഹദീസ് സമ്മേളനങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു നിരൂപകനായും ഒരു പ്രധാനപ്പെട്ട ഒരാൾ, പ്രസിഡിയം, ഒരു ഉന്നതനായിട്ടും അംഗീകരിക്കപ്പെടുന്ന ലോകത്തെ അതിപ്രധാനപ്പെട്ട ഹദീസിന്റെ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ഒരാളാണ് സലാഹുദ്ദീൻ അഹ്മദ് അൽ ഇദ്ലിബി എന്ന മഹാൻ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. വയസ്സായി, 19 വയസ്സായി. പക്ഷെ അദ്ദേഹത്തിനേക്കാൾ മറികടക്കുന്ന ഒരു അഹ്ലുസുന്നയുടെ ആലിം ഹദീസിന്റെ മത്തിന്റെ വിഷയത്തിൽ ഇന്ന് ലോകത്തില്ല. ഈ അദ്ദേഹത്തിന്റെ ഗഹനമായ ചർച്ചയാണ് സത്യത്തിൽ ഈ വിഷയം പഠിക്കാനും ഇതൊരു പുതിയ വഴി കണ്ടെത്താനും എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ഇവരെ പോലത്തെ ആളുകൾ, അതും പ്രത്യേകിച്ച് അഹ്ലുസുന്ന, മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഷാഫിഈയാണ്. പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം ഷാഫിഈയാണ്. അദ്ദേഹം ഷാഫിഈയാണ്. അൽ മദ്ഹബുൽ ഫിഖ്ഹി, അദ്ദേഹത്തിന്റെ ഫിഖ്ഹിയായ മദ്ഹബ് ഹുവ ഷാഫിഈൽ മദ്ഹബി, അതാണ് ഷാഫിഈയാണ്. തലഖത്ത് ഇൽമു ഫിൽ മദാരിസിൽ തദറസ് ഫിഖ് ഷാഫിഈ, അദ്ദേഹം പഠിച്ച ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്, പഠിച്ച ആളാണ്. എന്ത്? ഷാഫി ഫിഖ്. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്, നമ്മളെപ്പോലത്തെ ഒരു ഷാഫി മദ്ഹബുകാരനാണ്. പിന്നെ അഖീദയോ അൽ മദ്ഹബുൽ അശ്അരി, അദ്ദേഹം ആരിൽപ്പെട്ട ആളാണ്? അശ്അരിയാക്കൽപ്പെട്ട ആൾ. അപ്പം നമ്മളെ സ്വന്തം ആളാണ്. ഇനി വേറെ ആളെ നോക്കിയാൽ, ഇത് പറഞ്ഞ പല ആളുകൾക്കും അഭിപ്രായമുണ്ട്, അവിടെ ഞാൻ എടുക്കാറില്ല. എന്തുകൊണ്ട്? അവരെ മാന്തി നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരിക്കലും ബന്ധം ഉണ്ടാവും. ഈ ഒരു കാര്യം, അത്ഭുതകരമായൊരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. ഹദീസിനെ
നിസാരവൽക്കരിച്ച് ഹദീസിനെ കുറ്റമുണ്ടാക്കിയ വഹാബി പണ്ഡിതനാണ് നാസിറുദ്ദീനുൽ അൽബാനി. അൽബാനിയുടെ കിതാബിന് മുഴുവനും എതിരെഴുതിയത് ഈ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ തസ്നീഫാത്തുണ്ട്. ആർക്കെതിരെ? അൽബാനിക്കെതിരെ. അതായത് വഹാബി പക്ഷത്ത് നിന്ന് അഹ്ലുസുന്നത്തിയുടെ തെളിവുകളെ നിസാരവൽക്കരിച്ച നാസിറുദ്ദീനുൽ അൽബാനിക്കെതിരെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ, റിസാലകൾ, പ്രബന്ധങ്ങൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ ധാരാളമായി നടത്തിയ അഹ്ലുസുന്നയുടെ കടുകട്ടിയായ 1-ാം നമ്പർ മഹാനാണ് എന്നതാണ് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി തെരഞ്ഞെടുക്കാൻ കാരണം. ഏകദേശം അഹ്ലുസുന്നയുടെ ഉലമാക്കളെല്ലാം അദ്ദേഹത്തെ അംഗീകരിക്കുന്ന വല്ലാത്ത ഒരു പണ്ഡിതനാണ് അദ്ദേഹം. മൻഹജുൽ നഖ്ദിൽ മത്നി ഇൻദ ഉലമാഇൽ ഹദീസ് നബവി അദ്ദേഹത്തിന്റെ കിതാബാണ്. മൻഹജുൽ ഇമാമൈനി അൽ ബുഖാരി വ മുസ്ലിം ഫി ഇലാനിൽ മർവിയാത്തിൽ ഹദീഥ. ഹദീത്ത് രേഖപ്പെടുത്തിയ വിഷയത്തിൽ ഈ ബുഖാരി ഇമാമൊക്കെ സൂക്ഷിച്ച സൂക്ഷ്മതകൾ അതിലൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ ഉണ്ട്. മഅരിഫത്തുൽ മുതാബഅത്തി വ ഷവാഹിദി. പിന്നെ വേറെ ധാരാളം അഖീദയിൽ ഫിഖ്ഹുൽ ഇസ്ലാമി അഖായിദുൽ അശായിറ, അശാരികളുടെ അഖീദയെ സ്ഥാപിച്ചുള്ള അദ്ദേഹത്തിന് കിതാബുണ്ട്. വേറെയും കിതാബുണ്ട് അഖായിദുൽ അശാവിറ വജൗലത്തുൻ ജദീദ. അശാരികളെ അഖീദ സ്ഥാപിച്ചുകൊണ്ട് അതും ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ ഇങ്ങനെ ഒരാൾ നിലനിൽക്കാൻ ഇന്നത്തെ കാലത്ത് കുറച്ച് പ്രയാസം. പിന്നെ അദ്ദേഹത്തിനെ നിലനിർത്താൻ കാരണം അത്രയും വലിയ കഴിവുള്ള ഹദീസ് പണ്ഡിതനാകുമ്പോൾ അദ്ദേഹത്തിനെ തള്ളിക്കളയാൻ ഇവർക്ക് കഴിയില്ല. ഇനി പ്രത്യേകിച്ച് ഗൾഫ് ലോകം മുഴുവൻ ഹദീസ് നാസിറുദ്ദീൻ അൽബാനിന്റെ ശിഷ്യന്മാരോ ഇയാൾ നാസിറുദ്ദീൻ അൽബാനിക്ക് പൂർണ്ണ എതിരാ. അതിന് കാരണം എന്താ? അദ്ദേഹം സിറിയക്കാരനാണ്. പ്രത്യേകിച്ച് ഏത് നാട്ടുകാരനാണ്? ഹലബ്. ഹലബ് പറഞ്ഞാൽ സുന്നത്തി മറ്റേ കേരളം തന്നെ, മലബാർ. ഒരു മലബാറാണ്, സിറിയൻ മലബാറാണ് ഏത്? ഹലബ്. അതുകൊണ്ടാണ് ഹലബ് ISIS തകർത്ത്. അതാണ് വഹാബി പട്ടണങ്ങൾ ISIS തകർക്കാൻ. ഒരു വഹാബി പട്ടണം ISIS തകർത്തില്ല. എന്ത് തകർത്തിട്ടുണ്ട്? ഹലബ് തകർത്തു. എന്തിനധികം മറ്റേ ഇപ്പൊ അവിടുന്ന് ഇറങ്ങിപ്പോയ രാജാവ്, അയാൾ ഷിയാണ്. അവരൊക്കെ ഹലബ് തകർത്തിട്ടുണ്ട്. ഹലബ് ആരെ കേന്ദ്രമാണ്? കടുകട്ടി മലബാരി സുന്നി കേന്ദ്രമാണ്. അവിടുത്തെ പണ്ഡിതനാണ്. അപ്പൊ ഒരു 10 ഗുണം 10 ഗുണം ഉണ്ടാവുമല്ലോ അവിടുന്ന് വന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാ സലഫി വഹാബി പണ്ഡിതനും ഭയപ്പെടുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇബ്നു അഹ്മദ് ഇദ്ലിബി എന്ന മഹാൻ. മാത്രമല്ല ഒരുപാട് അദ്ദേഹത്തിന് പഠനങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന് പഠനമാണ് കേട്ടോളി. തക്ഫീർ മൻ ലാ യസ്തഹിഖു തക്ഫീറ. കാഫിറാക്കാൻ പറ്റാത്തവരെ കാഫിറാക്കുക. അത് അദ്ദേഹത്തിന്റെ കിതാബാ. ആർക്കെതിരെ? കാഫിറാക്കാൻ പറ്റാത്തവരെ കാഫിറാക്കുന്നവരാരാ? വഹാബികൾ. വഹാബികൾക്കെതിരെ അദ്ദേഹം എഴുതിയ കിതാബാണ് തക്ഫീർ മൻ ലാ യസ്തഹിഖു തക്ഫീറ. കാഫിറാക്കാൻ പറ്റാത്തവരെ കാഫിറാക്കുന്നവർ. കാഫിറാക്കൽ അതിന്റെ ദോഷം, അതിന്റെ തെറ്റ്. ഈ പുസ്തകമൊക്കെ എഴുതുന്നത് എവിടുന്നാണെന്നറിയോ? ഗൾഫിൽ നിന്നാണ്. മിണ്ടൂല. എന്തുകൊണ്ട്? ഇയാൾ അത്രയും വലിയ പണ്ഡിതനാണ്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഇരുത്തം ചെയ്യുന്ന നിങ്ങൾ വിചാരിച്ചതല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ വിചാരിച്ച ഏതോ ചേകനൂരികളെ ഞാൻ എഴുന്നള്ളിച്ചു കൊണ്ടുവരാന്നൊക്കെ പറയുന്ന അത്ര പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച മിണ്ടാന്നതാണ്. ഇത് അത്ര പറഞ്ഞോട്ടെ. എന്തു പറയാ? കുറച്ചാൾ പറഞ്ഞോട്ടെ. പരമാവധി പോരാനുള്ളിടത്തോളം നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചാല് മുങ്ങിന്റെ അനുസരിച്ച് വെള്ളം പുറത്ത് ആടിയാലല്ലേ ഗുളിക കുടിച്ചാലും പോരല്ലോ, വെള്ളം പുറത്തേക്ക് പോകണം. അപ്പൊ തൽക്കാലം ഞാൻ അതിന് വല്ലാതെ മെനക്കെടാഞ്ഞത് വെള്ളമൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിച്ചൊന്നല്ല. എന്റെ പഠനത്തിന്റെ അടിസ്ഥാനം ഞാനൊരു വഹാബിയെ അവലംബിച്ചിട്ടില്ല, ഞാനൊരു ഷിയയെ അവലംബിച്ചിട്ടില്ല. ഞാൻ അഹ്ലുസുന്നയുടെ ഉലമായിനെ അല്ലാതെ ഈ വിഷയത്തിൽ അവലംബിച്ചിട്ടേയില്ല. അത് ധാരാളം പഠനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് അൽ ബിദ്അത്തുൽ മഹ്മൂദ. സ്തുതിക്കപ്പെടേണ്ട ബിദ്അത്ത്. ഒരു കിതാബ്. ഗൾഫിൽ നിന്നാണ് കിതാബ് എഴുതുന്നത്. എന്താണ് കിതാബ് എഴുതാൻ കാരണം? അൽ ബിദ്അത്തുൽ മഹ്മൂദ. ഇങ്ങനത്തെ ഒരു കിതാബ് വഹാബി എഴുതൂല. എന്തുകൊണ്ട്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒക്കെ തള്ളപ്പെടേണ്ടതാണെന്നാണ് ആരവാദം? വഹാബിവാദം. ബിദ്അത്തുൽ മഹ്മൂദ, അൽ ബിദ്അത്തുൽ മഹ്മൂദ, പ്രശംസിക്കപ്പെടേണ്ട ബിദ്അത്ത്. ഏതുപോലെ
മിസ്ല ഇഹ്തിബാലുൽ മൗലിദുൻ നബവി, മീലാദുൻ നബി ആഘോഷിക്കുക, ദിക്ർ ഹൽക്ക കെട്ടുക, ഖുർആൻ സംഖ്യ കെട്ടിയിരുന്ന് ഓതുക, ദിക്റിന് എണ്ണം പിടിക്കുക. മനസ്സിലായോ? ഇതൊക്കെ പിൽക്കാല വിദഅത്താണ്, തള്ളപ്പെടേണ്ടതാണ്. ആരുടെ വാദം? വഹാബി വാദം. അതിനെതിരെ അൽ ബിദ്അത്തുൽ മഹ്മൂദ, പ്രശംസിക്കപ്പെടേണ്ട വിദഅത്ത് ഒരു കിതാബാണ്. ആരുടെ? സലാഹുദ്ദീൻ മുഹമ്മദ് ഇദ്ലിബിയുടെ. ഇവരെ എതിർക്കാൻ കഴിയൂല. കാരണം ഹദീസിന്റെ വിഷയത്തിൽ ഇന്ന് ആരെക്കാളും വലിയ മഹാനാണിത്. അദ്ദേഹത്തെയാണ് സത്യത്തിൽ ഈ വിഷയത്തിൽ ഞാൻ ഉള്ളത്. അദ്ദേഹത്തെ പറ്റി ഇനിയും ധാരാളം പറയാനുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ഈ പുസ്തകത്തിൽ, ഇതാണ് എൻ്റെ പുസ്തകം, തിരുദൂതർ നിറവ്. ഈ പുസ്തകത്തിൽ ഞാൻ പ്രധാനമായും ആ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പേര് ആവശ്യമായി പറഞ്ഞാൽ മതിയാണ്. പിന്നെ എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ഡിതന്മാരെ അവലംബിച്ചതാ. ഞാൻ ആരും അല്ലല്ലോ. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിനെ പറ്റി അഭിപ്രായം പറയാൻ ഞാനാരാ? പക്ഷെ അഭിപ്രായം പറഞ്ഞവരെ തുടർന്ന് അഭിപ്രായം പറയാ. ഞാൻ ഒറ്റക്ക് പറയല്ല. മഹാപണ്ഡിതന്മാർ, അവർക്ക് ഓരോ കാലഘട്ടത്തിൽ പറയാനുള്ള അവകാശമുണ്ട് പണ്ഡിതന്മാർക്ക്. ഇല്ലേ പിന്നെ ഒരാളെന്നെ എഴുതുക, മറ്റുള്ളവരാണ് വായിക്കുക, അങ്ങനെ മതിയല്ലോ. ഗവേഷണം അവസാനിച്ചെന്നും പറയാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം, ഇതൊന്നും പേടിക്കന്നെ വേണ്ട. എന്നോട് പല ആളുകൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോട് പേടിക്കണ്ട. ഇവർ പറഞ്ഞു ഉസ്താദിന്റെ കഥ കഴിഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെയാണ് ഇത്ര ആള് കഥ കഴിഞ്ഞു. സതേ നിങ്ങളെ കഥ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. ആയിക്കോട്ടെ, ആ കഥ കഴിയുമല്ലോ. എന്താ കഥ കഴിഞ്ഞ്? ഞാനിന് കഥക്കൊണ്ട് നടക്കാനല്ലേ കഥ കഴിഞ്ഞാൽ പേടിയുള്ളൂ. ഞാൻ കഥക്ക് നടക്കല്ലല്ലോ. ചില പക്ഷികളുണ്ട്, ആ പക്ഷികളുടെ കൊക്ക് പൊളിഞ്ഞു പോകും. അപ്പോൾ 6 മാസം 8 മാസം ഒരു കൊല്ലമൊക്കെ അതങ്ങനെ ഏതെങ്കിലും മലമുകളിൽ പാറപ്പുറത്ത് പോയി കിടക്കും. എന്നിട്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പക്ഷിയുണ്ട്. എന്താണ് ആ പക്ഷിയുടെ പേര്? 6 മാസം കഴിഞ്ഞിട്ട് കൊക്ക് വയസ്സനായിട്ട് കൊക്ക് പോയിട്ട് പുതിയതായി കൊക്ക് വരുന്ന ഒരു പക്ഷി ഉണ്ടല്ലോ. എന്താ അതിൻ്റെ പേര്? കഴിക്കങ്ങ് പോയി പാണിയൊക്കെ കഴിക്ക. അല്ല, നമ്മളെ ഷെയ്ഖ് സായിദൊക്കെ വേട്ടയാടിയിരുന്നെ ഫാൽക്കൻ തന്തയായാൽ പൊട്ടും. ഫാൽക്കൻ തന്തയായി കഴിഞ്ഞാൽ കൊക്ക് പൊട്ടും. അപ്പോൾ അത് പോയി ഏതെങ്കിലും പാറന്റെ മേലെ പോയി 6 മാസം ഒന്നും തിന്നാതെ കിടക്കും. അതിനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു ആ പക്ഷിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പറ്റ കൊഴിഞ്ഞാടും. എന്ത്? പഴയ കൊക്ക് പറ്റ കൊഴിഞ്ഞ് ചാടിയിട്ട് പുതിയ കൊക്ക് മുളക്കും. എന്നിട്ട് അതിന് കരുത്ത് വരും. എന്നിട്ട് ഒറ്റ പറക്കുന്നു. അപ്പൊ കഥ കഴിഞ്ഞാലും പുതിയ കഥ വരും. പേടിക്കണ്ട, ഇന്റെ കഥയിൽ നിങ്ങൾ വെച്ചറണ്ട. സരേ നിങ്ങളെ കഥ കഴിഞ്ഞല്ലോ എന്നാ പലരും കഥ കഴിഞ്ഞു. ഇവനെ കെട്ടാൻ ആളില്ലേ, ഇവനെ പിടിച്ചു കെട്ടാൻ ആളില്ലേ? ഇതാണ് കിതാബ്. ലോകപ്രശസ്ത ഇന്ന് സുന്നികൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന മുഹദ്ദിസായ സലാഹുദ്ദീൻ ബിൻ അഹ്മദ് ഇദ്ലിബി എന്ന മഹാന്റെ ഉംറു സയ്യിദത്തി ആയിഷ യൗമൽ അഖദി വ യൗമൽ സിവാജ്, ഇതാണ് കിതാബ്. ഈ കിതാബിനെയാണ് സത്യത്തിൽ നിറവിൽ ഞാൻ പ്രധാനമായും അവലംബിച്ചു. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ഒരു മുഹദ്ദിസ് പറഞ്ഞാൽ പിഴക്കൂല. അവർക്ക് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഹദീസിന്റെ സൂക്ഷ്മശാലികളായ ലോകത്തെ മഹാപണ്ഡിതന്മാരെ നടുവിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റൂല. മാത്രമല്ല, അദ്ദേഹത്തിന് എതിർക്കുന്ന മഹാസൈന്യത്തിന്റെ നടുവിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഒരു വഹ്മ് അദ്ദേഹത്തിന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പണ്ഡിതൻ പറയുമ്പോൾ നമുക്ക് ബലപ്പെട്ട്. മാത്രമല്ല, അദ്ദേഹം ഷാഫിഈയുമാണ്. എന്തുവാണ്? അശാരിയാണ്. മാത്രമല്ല, അശാരി അഖീദക്കെതിരെ ഈ നൂറ്റാണ്ടിൽ വന്ന എല്ലാ വെല്ലുവിളികളെയും തകർത്തത് ഞാനും നിങ്ങളും കേരളക്കാരും അല്ല. ആരാണത്? അത് ഈ മഹാനാണ്. അദ്ദേഹത്തിന് അശാരി അഖീദ സ്ഥാപിക്കുന്നതിൽ അനവധി കിതാബുകൾ ഇന്ന് ലോകത്തുണ്ട്.
അതുകൊണ്ടാണ് ഇവിടെ ഉൽപ്പതിഷ്ഠികൾ വിളയാത്തത്. ഇങ്ങനത്തെ ആൺകുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് അനങ്ങാൻ പറ്റൂല. ഇതാണ് കിതാബ്. ഈ കിതാബിനെയാണ് ഈ പുസ്തകത്തിൽ അവലംബിച്ചത്. കഴിഞ്ഞ കിതാബിൽ ഞാൻ പറഞ്ഞു, ഞാൻ കളക്ട് ചെയ്തതാണ്, ഞാൻ ഗവേഷകന്മാരെ അവലംബിച്ചതാണ്. എൻ്റെ വകയല്ല. ഞാൻ അവരെ പറ്റി പറയാൻ മാത്രമൊന്നും ഇല്ല. അവരെ പറ്റി പറയാൻ പോയിട്ട് ഇവരെ പറയാൻ മാത്രമേ ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഇതിലിപ്പി എന്ന മാനെ പറയാൻ മാത്രം ഞാൻ ഉണ്ടോ? ഓലക്കാര അവരുടെ കിതാബാണിത്. ഈ കിതാബ് ഞാനൊന്ന് വായിച്ചു തരാം. കഴിയുന്നവരെ നിങ്ങൾ ഇരിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറഞ്ഞ ചർച്ച. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറഞ്ഞ അരമണിക്കൂർ കൊണ്ട് തീരും. അദ്ദേഹത്തിൻ്റെ ഉംറു ആയിഷ, ആയിഷ ബീവിയുടെ പ്രായം റളിയല്ലാഹു അൻഹ, സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ യൗമൽ അഖദി, നിക്കാഹ് നടക്കുന്ന ദിവസം, യൗമസ് സിവാജി, ഭർത്താവുമായി വീട്ടിൽ കൂടുന്ന ദിവസവും അവരുടെ പ്രായം എത്ര എന്നാണ് ഈ കിതാബിൽ ലോക പ്രശസ്ത അഹ്ലുസുന്നയുടെ മുഹദ്ദിസായ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ബിൻ അഹ്മദിൽ ഇദ്ലിബി എന്ന മഹാൻ രേഖപ്പെടുത്തുന്ന റിസാലയാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾ അടിച്ചു നോക്കാൻ നെറ്റിൽ കിട്ടും. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. എന്ത് സംശയം ചോദിച്ചാൽ അതിന് മറുപടിയും പറയും. നിങ്ങൾ മൽപ്പിടുത്തം കൂട്ടുന്നത് ഇന്നോടല്ല, ഇത് വേറെ ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇജ് പറഞ്ഞല്ലോ. എന്ത്? ഞാൻ പണ്ഡിതന്മാരെ റെയ്യ് പറഞ്ഞു. ആ പണ്ഡിതന്മാരോട് പറയാം, ഇന്ന അമുക്കേ കുതിരയെന്ന് വിളിക്കല്ല വേണ്ട. അതൊക്കെ ഓരോ സിസ്റ്റാണ്. അതിനൊന്നും മറുപടി ഇല്ല. അതിന് തിരിച്ചു വിളിക്കും നിങ്ങളോട് കരുത്തും വേണ്ട. നിങ്ങളെ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചിറങ്ങിയതാണ്. കയ്യിലൊന്നും ബേജാറില്ല. അപ്പൊ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം രണ്ട് അഭിപ്രായവും പറയാ. ഈ വിഷയത്തിൽ രണ്ട് കൗലുകൾ ഉണ്ട്. അതായത് ആയിഷ ബീവിയുടെ വിവാഹപ്രായം, നിക്കാഹിന്റെ വയസ്സ്, അതേപോലെ തന്നെ ഭർത്താവുമായി വീട്ടിൽ കൂടിയ ദിവസത്തിന്റെ പ്രായം. ഈ വിഷയത്തിൽ രണ്ട് കൗലുകൾ ഉണ്ട്. അൽ ഖൗലുൽ അവ്വലു, ഒന്നാമത്തെ കൗല് അൽ മഷ്ഹൂറു, അതാണ് പ്രസിദ്ധം. അതെന്താ? അത് ഹുവ അന്നഹു ഉഖിദ അലൈഹ വഹിയ ബിന്തു 6 സിനീന, 6ാമത്തെ വയസ്സിൽ നിക്കാഹ് നടന്നു. വതസവ്വജഹാ വഹിയ ബിന്തു 90, നിക്കാഹ് ഉടമ്പടി നടന്നത് 6ാം വയസ്സിൽ. എന്നാൽ വീട്ടിൽ കൂടി ഭർത്താവുമായി സന്ധിച്ചത് വഹുവൽ മഷ്ഹൂറു, അതാണ് പ്രസിദ്ധമായ അഭിപ്രായം. അങ്ങനെ തന്നെയാണ്, അത് പ്രസിദ്ധ അഭിപ്രായം. അത് ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും പ്രബലം എന്നല്ല അദ്ദേഹത്തിന്റെ വീക്ഷണം പറയുന്നത്. പരക്കെ അറിയപ്പെടുന്ന വീക്ഷണം അതാണ്. മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്? അതാണ് മഷ്ഹൂർ എന്ന്. സ്വഹീഹ് ബുഖാരിയിലും അല്ലാത്തോടത്തുമെല്ലാം ആയിഷ ബീവിയോടെ കൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ഹദീസിൽ പിടിച്ചിട്ട് അന്നഹ വലദത്ത് ബഅദൽ ബിഅസത്തി നബവിയ്യ ബി 4 സിനീൻ, അവര് അതിമ പിടിച്ചിട്ട് ലക്ഷ്യം പിടിച്ചിട്ട് പറയാണ് എന്ത്? അവര് ജനിച്ചത് നുബുവത്തിന്റെ 4 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിച്ചത്. അപ്പോൾ പിന്നെ അവർക്ക് നടക്കുമ്പോൾ 6 വയസ്സ്, ഭർത്താവ് ആയ മുത്തുനബിയുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുമ്പോൾ 9 വയസ്സ്. ഇതാണ് പ്രസിദ്ധമായ അഭിപ്രായം എന്ന്. അത് സ്വഹീഹ് ബുഖാരിയുടേതാണ്, സ്വഹീഹായ ഹദീത്താണ്, സ്വഹീഹ് ബുഖാരിയിൽ ഉള്ളതാണ്. അബൂ നഈം മഅരിഫത്തു സ്വഹാബയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ യൗമഇദിൻ ബിന്തു 6 സിനീൻ. ഇബ്നു അബ്ദുൽ ബർദി ഇസ്തിയാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മക്ക ഖബല അൽ ഹിജ്റ 6 സിനീൻ വഖീല ബിന്തു 70 വബ്തല ബിഹാ ബിൽ മദീന വ ബിന്തു 90. ഇങ്ങനെയാണ് അഭിപ്രായം എന്നൊക്കെ അഭിപ്രായം. ഹബീബായ നബി വഫാത്താകുമ്പോൾ അവർക്ക് 18 വയസ്സ്. ഇതാണ് ഫതുൽ ബാരി ഇബ്നു ഹജറും ഈ അഭിപ്രായം എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഖൗലു സാനി, രണ്ടാമത്തെ അഭിപ്രായം, ഹുവ, എന്താ രണ്ടാമത്തെ അഭിപ്രായം? 2 അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ഉള്ളത്. ഒന്ന്, നിക്കാഹ് നടക്കുമ്പോൾ 6 വയസ്സ്, വീട്ടിൽ കൂടുമ്പോൾ 9 വയസ്സ്. എന്നാൽ ഖൗലു സാനി, രണ്ടാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? ഹുവ, അത് അന്നഹു ഉഖിദ അലൈഹ വഹിയ ഇബ്നതു 14, 14ാം വയസ്സിലാണ് നിക്കാഹ് നടക്കണത്. എത്ര? 14th, 14ാം വയസ്സ് എന്ന്. എന്നാൽ വീട്ടിൽ കൂടി ഭർത്താവുമായി കൂടിയത് അവരുടെ എത്ര വയസ്സാണ്? 17. അതായത് 14ൽ ആഖദ്, നിക്കാഹ് ഉടമ്പടി, വീട്ടിൽ കൂടിയത് 17.
ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇങ്ങനെ രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. എന്ന് 17 വയസ്സ് വക്കത്ത് കാറബത്ത് സമാനാശറ. ഈ 17 വയസ്സ് എന്ന് പറഞ്ഞാൽ എന്തിനോട് അടുത്തിട്ടുണ്ട്? ഏകദേശം 18നോട് അടുത്തു വരും. ചിലപ്പോൾ 18 താരീഖുകൾ പറയും, ചിലപ്പോൾ എന്തു പറയും? 17. ഇപ്പം നമ്മൾ ഡിസംബർ മാസത്തിൽ വണ്ടി ഇറങ്ങിയാലും വേഗം വണ്ടി നമ്മൾ എന്താക്കും? മനസ്സിലായില്ല, അങ്ങനെയാണല്ലോ പറയാ. എന്ത് ഓൺ ദി റോഡ് 26 പക്ഷെ നമ്മൾ പൈസ കൊടുക്കണത് 25 അങ്ങനെയൊക്കെ പറയുമല്ലോ. ഓൺ ദി റോഡ് 26 അങ്ങനെയൊക്കെയുള്ള വർത്താനം. അവൻ ചിലത് അതായത് 17 വയസ്സാണ് എന്തിനോട് അടുത്തു? 18ഓട് അടുത്തു എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. അന്നഹ, ഈ അഭിപ്രായം വരുന്നത് അന്നഹ ആയിഷ ബിബി ഉലിദത്ത്, ജനിച്ചിട്ടുള്ളത് പ്രസവിക്കപ്പെട്ടത് ഖബിലൽ ബിഅ്സത്തി ബഅദൽ ബിഅ്സത്തി, നുബുവത്തിന് ശേഷമല്ല, ഖബിലൽ ബിഅ്സത്തി നുബുവത്തിന് മുമ്പ്, ബി 4 സിനീൻ 4 കൊല്ലം മുമ്പാണ്. അപ്പോൾ നുബുവത്ത് വരുമ്പോൾ അവർക്ക് 4ഓ 5ഓ വയസ്സുണ്ട് നുബുവത്ത് വരുമ്പോൾ. ഇത് എവിടുന്നാ കിട്ടിയത്? ഇത് എന്ന അഭിപ്രായം ഉണ്ട്. കലാം ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഇസ്ഹാഖിന്റെ സംസാരം അങ്ങനെയാണ്. ആരാ ഇബ്നു ഇസ്ഹാഖ്? താരീഖുകളിൽ ഏറ്റവും മഹാനായ താരീഖിയ. അവര് ഹിജ്റ 80 ജനിക്കണത്, 1-ാം നൂറ്റാണ്ടുകാരനാണ്. 1. 2 മഹാനായ റസൂലുള്ളാഹിന്റെ 10 കൊല്ലത്തെ ഹാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മനസ്സിലായ? പ്രാമാണിക പണ്ഡിതന്. ഏത് കാലക്കാരനാ? ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണെന്ന. ഈ 1-ാം നൂറ്റാണ്ട് തികയുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സായി. 20 വയസ്സ് കഴിഞ്ഞു. കാരണം എത്ര ജയിക്കണ്? ഹിജ്റ 80. അപ്പൊ 99 20 വയസ്സ് കുറിച്ചാണല്ലോ പറയും. മനസ്സിലായില്ലേ? അല്ലേ? 99 80. അപ്പൊ ഈ മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പൊ ഈ 2-ാം നൂറ്റാണ്ടിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് 20-ൽ ഏറെണ്ട്. ജനിക്കണേ എത്രയിലാണ്? 80. അതാണ് പിനിസാക്ക് തള്ളരുത്. അദ്ദേഹം ഖൈറുൽ ഖുറൂനായ കാലത്ത് ജനിച്ച ആളാണ്. ആരുടെ ശിഷ്യനാണ്? മഹാനായ അനസ് ബിൻ മാലിക് അടക്കമുള്ള അനവധി സ്വഹാബികളുടെ ശിഷ്യനാണ്. മാത്രമല്ല താബിഈങ്ങളിൽപ്പെട്ട ആളാ. ഖൈറുൽ, അപ്പൊ 2 നേട്ടം അദ്ദേഹത്തിനുണ്ട്. 1, അദ്ദേഹം ആരാണ്? താബിഈയ. 2, അദ്ദേഹം ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണെന്ന നൂറ്റാണ്ടിൽപ്പെട്ട ആളാണ്. അപ്പം ഇമാം അബു ഹനീഫ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. നേരിയ അഭിപ്രായമാണ് താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഷാഫി ഇമാമ് മനസ്സിലാണ്ട് പറഞ്ഞത് അതിൻ്റെ താഴെയാണ്. അതേ സമയത്ത് ഇവര് 1-ാം നൂറ്റാണ്ട്, ഇവരൊക്കെ മാന്മാർ തന്നെ. ഷാഫി ഇമാം മാലിക് ഒക്കെ മാന്മാരാണ്. പക്ഷെ ആ ഭാഗ്യമല്ല അവർക്ക്. ഇവന് ശേഖരം ഭയങ്കര മാനാണ്. അപ്പൊ ഇവര് ഈ ലോകം കണ്ട മുഹദ്ദിസാന്ന് പറയുന്നത് ഞാനല്ല. അതിന് ബലം ഇബ്നു ശേഖറിന്റെ വാക്കാണ്, തുബരിയുടെ വാക്കാണ്. അൽഹംദുലില്ലാഹ്. ചായ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, കൊടുത്തോ? ബുഖാരി വമുസ്ലിം വഗൈറുഹുമാ മിൻ തുറുഖിൻ عن هشام بن عروة عن أبيه عن عائشة أن النبي صلى الله عليه وسلم تزوجها وهي بنت 6 سنين وبنى بها وهي بنت 9 سنين. ورواه مسلم من طرق معمر عن الزهري عن عروة عن عائشة. അങ്ങനെയൊക്കെ പല തുർക്കിലും ഉണ്ട്. رواه أحمد بن حنبل ومسلم من طرق الأسود بن يزيد النخعي عن عائشة وله طرق أخرى رضي الله عنها. كلمة تزوج وقت ترد بمعنى العقد وهذا هو المقصود هنا. والحديث سنده صحيح. ഈ ഹദീസിന്റെ സനദ് വളരെ സ്വഹീഹാണ്. ഈ ഹദീസിന്റെ സനദിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് ഞാനും പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹാണ് പറഞ്ഞല്ലോ. ഹദീസിന്റെ സനദിൽ ഹദീസിന്റെ സനദ് സ്വഹീഹായാൽ പ്രാഥമികമായി ആ ഹദീസ് സ്വഹീഹാണ്. സ്വഹീഹ് അല്ലാത്തൊരു ഹദീസ് ബുഖാരിയിൽ ഇല്ല. ഒക്കെ
ബഹുമാനപ്പെട്ടവരുടെ റിജാൽ എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടവരാണ്. അത്രയും സൂക്ഷ്മമായിട്ടാണ് റാവികളെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്തത്. അത്രയും അവർ കാണിച്ച റുവാത്തിന്, അവർ റിജാലിൽ കാണിച്ച സൂക്ഷ്മത കാണിക്കാൻ ഒരാൾക്ക് കഴിയൂല. അങ്ങനെയാണ് അവർ പഠനം നടത്തിയത്. അപ്പോൾ അവരുടെ റിജാൽ മുഴുവനും സ്വഹീഹാണ്. ഒരാൾക്കും ഒരു അഭിപ്രായവും ആ വിഷയത്തിൽ പറയാൻ ഇല്ല. ചായ പെട്ടെന്ന് കൊടുക്കണേ. ഇതാണ്. ഇനി വേറെയും കുറെ ലൈഫായ ഹദീത്തൊക്കെ ഇതിന് തെളിവായി പറയുന്നുണ്ട്. ലൈഫായതുകൊണ്ട് അതിന് പിന്നെ അത് പരിഗണിക്കേണ്ടതില്ല. പക്ഷെ അതേ സമയത്ത് ഈ ഹദീസ് സ്വഹീഹാണ്, ഈ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്നാൽ വൽ ഖൗലു സാനി, ഈ രണ്ടാമത്തെ കൗല്. ഒന്നാമത്തെ കൗലിനെ സ്വഹീഹായ ഇസ്നാദാന്ന് പറഞ്ഞിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. സ്വഹീഹ് തന്നെയാണല്ലോ, എല്ലാവരും അംഗീകരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഈ സനദ് വളരെ സ്വഹീഹാണ്. സ്വഹീഹ് ബുഖാരിയിലാണ്, സ്വഹീഹ് മുസ്ലിമിലാണ്. യാതൊരു കാര്യവും ഈ വിഷയത്തിൽ സനദിന്റെ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ പ്രാഥമികമായി പറയാം, ഇത് വളരെ സ്വഹീഹായ ഇസ്നാദ് സ്വഹീഹായ ഹദീസാണ്. യാതൊരു തർക്കവും ഈ വിഷയത്തിൽ ഇല്ല. ഇത് ഞാനല്ല പറയുന്നത്, ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുഹദ്ദിസാണ്. അദ്ദേഹത്തിന്റെ സൈറ്റ് ഞാൻ പറഞ്ഞില്ല, പേരൊന്ന് അടിച്ചാൽ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ വാദപ്രതിവാദം നടത്താം. അവരുടെ കലാമ് കൊണ്ടുവരുന്ന ഈ പാവപ്പെട്ടവൻ്റെ മേക്കെട്ട് കയറണ്ട. ഞാൻ പണ്ഡിതന്മാരെ റീകൾ കൊണ്ടുവരിക മാത്രമേ ഉള്ളൂ. ഞാൻ മേക്കെട്ട് കയറേണ്ട ആവശ്യം ഇതിലില്ല. ഇന്നെ നമുക്ക് കുതിരയെന്ന് വിളിച്ചുകൊണ്ട് ഈ പ്രശ്നം തീരുകയും ഇല്ല. അതുകൊണ്ട് അവിടേക്ക് എത്തൂല. മലയാളത്തിൽ കുതിരയെന്ന് വിളിച്ചാൽ അതിന് അർത്ഥം എന്താണെന്ന് ഓർക്കറിയില്ലല്ലോ. അവിടേക്ക് എത്തേണ്ടത് നല്ല വിഷയം തീരുള്ളൂ. നിങ്ങൾക്ക് സൗകര്യപ്പെട്ട ഭാഷയിൽ അവിടേക്ക് വിളിച്ചു നോക്കി, സൈറ്റിൽ കയറിയിട്ട് അവരെന്തും വിളിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇന്ന് നെറ്റന്നെ അടിച്ചു നോക്കി അവരാണ് കിട്ടും. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുമാണ്, ഒരു പ്രശ്നമില്ല. ആരോട് സംബന്ധിക്കും. ഇതിന് ശേഷം അദ്ദേഹം ഇത് 2017 ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഈ റിസാല 2017 ഇറങ്ങിയിട്ട്, ഈ റിസാല ഇറങ്ങിയിട്ട് 8 കൊല്ലമായി, 9ാമത്തെ കൊല്ലമായി. ഇന്ന് വരെ ഇതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു വർക്ക് വേറെ ലോകത്ത് നടന്നിട്ടില്ല. ഇതിനെ പൊളിച്ചെഴുതുന്ന ഒന്നും ഇന്ന് വരെ നടന്നിട്ടില്ല. എന്തോ 1-2 അഭിപ്രായക്കേട് പറഞ്ഞു എന്നല്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരാൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു ഗ്രന്ഥം, ഒരു റിസാല ഈ 8-9 കൊല്ലത്തിനുള്ളിൽ ലോകത്ത് വന്നിട്ടില്ല. അമ്മ ദലീലുൽ ഖൗലി സാനി. ഇനി രണ്ടാമത്തിന്റെ ദലീല് എന്താണ്? രണ്ടാമത്തിന്റെ ദലീല് ഒന്ന് വായിക്കാണ്. പ്രബലമായി 6ഓളം ദലീലുകൾ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെ വേറെയും പറയുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. ഞാൻ 6 മാത്രം വിശദീകരിക്കാം. 6 ദലീല് വിശദീകരിക്കാം. ഒന്ന്, ആയിഷ ബീവി അസ്ഗറു, ഇളയവളാണ്, മിൻ ഉഖ്തിഹ അസ്മാ, അവരുടെ സഹോദരി അസ്മാ ബീവിയേക്കാൾ 10 സിനീൻ, 10 വയസ്സിന്. വഖദ് ഉലിദത്ത് അസ്മാഉ, അസ്മാ ബീവിയെ പ്രസവിക്കപ്പെട്ടത് ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് 27 സന, 27 വർഷങ്ങൾക്ക് മുമ്പാണ് നുബുവത്ത്. ഹിജ്റയുടെ 27 വർഷം മുമ്പാണ് ആരെ പ്രസവിക്കപ്പെട്ടത്? അസ്മാ ബീവിയെ. അസ്മാ ബീവിക്ക് 10 വയസ്സിന് ഇളയവളാണ് ആര്? ആയിഷ ബീവി. അപ്പോൾ ഹിജ്റ നടക്കുമ്പോൾ ആയിഷ ബീവിയുടെ പ്രായത്തിലെ കമ്പ്യൂട്ടർ അടിച്ചോക്കി അതൊക്കെ അടിക്കി വേഗം അടിക്കോണി. അയ്യന്റെ മനുഷ്യന്മാരെ, ഹിജ്റ നടക്കുമ്പോൾ അസ്മാ ബീവിക്ക് എത്ര വയസ്സ്? ഈ മഹാൻ പറയാണ്, ഞാനല്ല. ഹിജ്റ നടക്കുമ്പോൾ അസ്മാ ബീവിക്ക് വയസ്സ് 27. അവരെക്കാൾ 10 വയസ്സിന് ഇളയവരാണ് ആര്? ആയിഷ ബീവി. അപ്പോൾ ഹിജ്റ നടക്കുമ്പോൾ ആയിഷ ബീവിക്ക് വയസ്സ് എത്ര? 17. ഇനി 18ലേക്ക് കയറാനായി, അങ്ങനെ പറയാ. അങ്ങനെയുണ്ട് 17, 18 ഇങ്ങനെയൊക്കെ പറയാ. ഞാനല്ല പറയുന്നത്. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മുഹദ്ദിസ് എന്ന് അസ്മാ ബീവിയെ പ്രസവിക്കപ്പെട്ടത് നുബുവത്തിന്റെ 14 കൊല്ലം മുമ്പ്. പിന്നെ ഹിജ്റ നുബുവത്തിന്റെ 13-ാം കൊല്ലം. അപ്പൊ 14-ഉം 13-ഉം 27. അപ്പോൾ അസ്മാ ബീവി നുബുവത്തിന്റെ 14 കൊല്ലം മുമ്പ് ജനിച്ചു. എത്ര? 14 കൊല്ലം മുമ്പ് ജനിച്ചു. ആയിഷ ബീവിയും അസ്മാ ബീവിയും തമ്മിൽ വയസ്സിന് വ്യത്യാസം എത്ര?
10. അപ്പോൾ റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടുമ്പോൾ ആയിഷ ബീവിക്ക് എത്ര വയസ്സ്? 4 or 5. 5-ാം വയസ്സ്, 4 പൂർത്തിയായി, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5-ലേക്ക് കടന്നു, അങ്ങനെയൊക്കെ പറയാം. കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി, പരിസരമൊക്കെ മനസ്സിലാകാവുന്ന പ്രായമാണ്. ആർക്ക്? ആയിഷ 4-5 വയസ്സായി, മദ്രസയിലൊക്കെ ചേർക്കേണ്ട പ്രായം. ആർക്ക്? ആയിഷ ബീവിക്ക്. ഇതാണ് രണ്ടാമത്തെ ഇതിന്റെ ഒരു ബലപ്പെട്ട തെളിവ്. എന്താണ് ഈ തെളിവിന്റെ ന്യായങ്ങൾ? وروى ابن عبد البري في الاستيعاب وابن عساكر في تاريخ دمشق من طريقين عن الأسماء عن أبي الزناد أنه قال كانت أسماء بنت أبي بكر أكبر من عائشة ب10 سنين. 10 വയസ്സ് ആയിഷ ബീവിയേക്കാൾ കൂടുതലാണ് ആർക്ക്? അസ്മാ ബീവിക്ക്. അപ്പോൾ 14 വയസ്സാണെങ്കിൽ ആയിഷ ബീവിക്ക് എത്ര? 4 or 5-ലേക്ക് കയറാണ്. 5-ാം വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ്. അങ്ങനെ വഹാദ ഇസ്നാദുൻ ജയ്യിദുൻ. ഈ സനദും വളരെ ബലപ്പെട്ടതാണ്. ഈ സനദിനെ ഒരാൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊരു ലോകം കണ്ട മുഹദ്ദിത്ത പറയണേ, എവിടുന്നോ വലിയ വലിച്ചെറിഞ്ഞ കിതാബിൽ എടുത്തോണ്ടിരല്ല. വഹാദ ഇസ്നാദുൻ ജയ്യിദുൻ. ഇതിൽ ബലപ്പെട്ട നല്ല ഉന്നതമായ സനദാണ്. ഇതിന്റെ സനദ് പൊളിക്കാൻ കഴിയില്ല എന്ന്. وقال أبو نعيم في معرفة الصحابة في ترجمة أسماء ولدت قبل التاريخ ب27 سنة. താരീഖിന്റെ മുമ്പ് 27 ജനിച്ചു. താരീഖ് ഏതാ? ഹിജ്റ. നമ്മൾ ചരിത്രത്തിന് അവലംബിക്കുന്നത് എന്തിനാണ്? ഹിജ്റക്ക് മുമ്പ് 27 ആര് ജനിക്കണത്? അസ്മാ ബീവി എന്ന് അബൂ നുഐം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്ക. അവര് 73 മക്കയിൽ മരിച്ചു. വലഹമിയത്തു സന. അസ്മാ ബീവിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 100 വയസ്സ്. അതായത് മനസ്സിലാക്കി. ഇതിനാണ് ഗവേഷണം എന്താ പറയാ. അല്ലാതെ എഴുതിയത് സിത്ത് കുത്ത് എന്ന് പറയലല്ല, അത് വായിക്കലാണ്. എനിക്ക് ഗവേഷണം എന്നറിയില്ല. സിത്ത് കുത്ത് എന്നറിയില്ല, വായിക്കല, അതല്ല ഗവേഷണം. അത് മലയാളം പറയുകയാണ്. സിത്ത് 6 6. അതല്ല ഗവേഷണം. ഗവേഷണം എന്നാൽ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ അങ്ങോട്ട് കൂട്ടണം. അത് കൂട്ടിയാലാണ് എന്ത് കിട്ടുക? ഗവേഷണം. അപ്പോഴാ ഗവേഷണമാകുക. അപ്പോഴാ ജനങ്ങൾക്ക് ഉപകരിക്കുക. പലതും കൂട്ടും, അപ്പോൾ ഗവേഷണമാവും.